ഇത് എത്ര കിലോമീറ്റർ സ്ഥലം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കാണുന്നതെന്നൊക്കെ. ഗുഹയിൽ കയറാണ്ട് ഗുഹ എങ്ങനെ എൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പള്ളിയാണ്. അതിങ്ങനെ കാലാന്തരത്തിൽ ഏറ്റവും, അതായത് ഇത് ഇടവപ്പള്ളിയായിരുന്നു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് സെന്റ് തോമസിന്റെ പള്ളി തന്നെയാണ്. ആ, സെന്റ് തോമസിന്റെ പള്ളി. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന രൂപങ്ങളൊക്കെ നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. അണച്ചേക്കണായിരുന്നു. എന്തുകൊണ്ട് തട്ടുപറ? വൈ ഇസ് കോൾഡ് തട്ടുപറ? അതാണ് ചർച്ചാ വിഷയം. വിക്ടറി, വിജയം. നമ്മൾ കയറി സൺഡേ ആട്ടെ എങ്ങനെയുണ്ട്? കയറുന്നത് എങ്ങനെയുണ്ട്? സൂപ്പർ. സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം. സംഭവം അടിപൊളിയാണ്. നല്ല പീസ്ഫുൾ കാലാവസ്ഥ, കാറ്റ്, ഭയങ്കര രസമാണ്. മനുഷ്യ ഇവിടെ കാറ്റത്ത് പറന്നു പോകുന്ന പേടിയിലേക്കാണ്. അപ്പൊ നമ്മൾ എവിടെ വന്നേക്കണത്? തട്ടുപറ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തട്ടുപാറയിലേക്കാണ്. തട്ടുപാറ ലൊക്കേഷൻ വന്നത് നമ്മുടെ മഞ്ഞപ്ര അയ്യമ്പുഴ ഭാഗത്താട്ടോ. അടിപൊളിയാണ്. അതുപോലെ തട്ടുപാറ എത്തുന്നതിന് മുമ്പ് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെച്ച് നമ്മുടെ സ്വന്തം അതിഥി തൊഴിലാളികളെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു കേട്ടോ. നമ്മൾ നൈസായിട്ട് അവരെ കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ചു കേട്ടോ. അപ്പോൾ തട്ടുപാറയുടെ ലൊക്കേഷൻ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഡൗട്ടായിട്ടോ വണ്ടി ഇറങ്ങുമെന്ന്. അപ്പോൾ രാജേഷ് പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. പോവില്ലാട്ടാ, കാരണം റോഡ് ചെറുതായിട്ട് എനിക്കൊന്ന് മഴയാണെന്നൊന്നും അറിയില്ല, കുറച്ച് മോശമാണ്. ഇവിടെ നടന്ന് കയറാൻ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജോബിഷും രാജേഷുമാണ്. കിടിലൻ വ്യൂ ആട്ടോ, അതുപോലെ നല്ല കാറ്റും. അതുപോലെ ഇവിടെ ഒരു ദേവാലയം ഉണ്ട് കേട്ടോ. ഇത് സെൻറ്റ് തോമസിൻ്റെ പേരിലുള്ള ദേവാലയമാണ്. ഇത് 1925 നിർമ്മിച്ച ഒരു ദേവാലയമാണ്. നമ്മളിവിടെ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ. എൻ്റെയൊക്കെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പള്ളിയാണ്. ആ, അതിങ്ങനെ കാലാന്തരത്തിൽ ഏറ്റവും, അതായത് ഇത് ഇടവപ്പള്ളിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്യ ആൾക്കാർക്ക് ഒത്തിരി ഉപകാരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഏത് ഇടവകയായിട്ട് വരാം? അപ്പോൾ ഇതിപ്പോൾ മഞ്ഞപ്ര പുറനപ്പള്ളി, അതിൻ്റെ കീഴിലുള്ള മേരിഗിരി പള്ളിയുടെ ഭാഗമായിട്ട് വരും. എറണാകുളം അത് വരും. സെന്റ് തോമസിന്റെ പള്ളി തന്നെയാണ്. ആ, സെന്റ് തോമസിന്റെ പള്ളിയാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന രൂപങ്ങളൊക്കെ നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. ഏകദേശം മലയാറ്റുപള്ളിയുടെ അതേ പഴക്കമുള്ള രൂപമാണ്. നമ്മൾ കാരണന്മാരായിട്ട് നമ്മൾ പറഞ്ഞ് വിശ്വസിക്കുകയും കാര്യങ്ങളും ചെയ്യണത് അങ്ങനെയാണ്. കാരണന്മാരായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കല്ല് വെട്ടി കൊണ്ടുവന്ന പള്ളിയത്. അതായത് ഞങ്ങളുടെ തപ്പാപ്പൻ പറഞ്ഞിട്ടായിരുന്നതാ. കാൽനടയായിട്ട് കൊണ്ടുവന്നേക്കുന്ന പള്ളിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇതിനോട് ഭയങ്കര വരുമാനം. ഞാൻ എല്ലാ ഞായറാഴ്ചയും വരും, പിന്നെ വെള്ളിയാഴ്ച കുർബാനയ്ക്ക് വരും. പരമാവധി ഇതുപോലെ ആര് വന്നാലും അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. അതാണ് എൻ്റെ പേര് ജോർജ് മരോട്ടിപ്പള്ളി. അങ്കമാലിയുടെ പഴയ പള്ളി കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഈ മോളാണ്. പഴയ നമ്മളിപ്പോൾ ചാപ്പലില്ലേ, അതൊക്കെ ഈ മോഡലാണ്. ഇതിന് ചിത്രപ്പണികളൊക്കെ കണ്ടു. അന്നത്തെ പ്രതാപ കാലത്ത് പണിതാണ്. പിന്നെ ഞാൻ കല്യാണം നടക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരോടൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഞാൻ എല്ലാവരോടും ഇങ്ങോട്ട് പറയണത് അതൊരു ടിപ്പായിട്ട് കൊടുക്കണേ. ഉറപ്പായിട്ടും എല്ലാ വെള്ളിയാഴ്ചയും 6:30 മണിക്ക് വൈകിട്ട് കുർബാനയും തുടർന്ന് നൊവേനയും.
ഇത് പൊളിച്ചു. ഏതാ? ഇത് nice ആണ്. ഇത് പൊളിക്കാല്ലേ, ഇത് ഒരുപാടുണ്ട്. ഇനി താഴേക്കും പൊളിക്കാണ്ട് ഈ സൈഡിലേക്കും പൊളിക്കാണ്ട്. ഗുഹയ്ക്ക് വേണമെങ്കിൽ നിനക്ക് ഇറങ്ങണ്ട. ഇവിടെ ഒരു ഗുഹയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് കാണാനായിട്ട് പയ്യെ താഴത്തേക്ക് ഇറങ്ങി. നീ പയ്യറങ്ങ സീനൊന്നുമില്ല. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ഇവിടെ കൈവരികളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി പയ്യെ ഇറങ്ങണം. എടാ എങ്ങനെയുണ്ട് അവിടെ ലൈറ്റ് ഉണ്ടോ? ഇവിടെ ആ ഇവിടുത്തെ ലൈറ്റ് കിട്ടുമെന്ന് ശരിക്കും അങ്ങോട്ട്. ഇതാണ് തോമാസ് ലീഹ വിശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ഗുഹ. അപ്പോൾ നമ്മൾ അധികം ഉള്ളിലോട്ടൊന്നും പോയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയിട്ട് അപ്പം തന്നെ തിരിച്ചിറങ്ങി. ഗുഹയിൽ കയറാണ്ട് ഗുഹ എങ്ങനെയുണ്ടെന്നോ? നമ്മൾ ജസ്റ്റ് ഫുള്ള് കയറിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയുള്ളൂ. ഇനി നീ തിരിച്ചു കയറൂലേ? ഇനിയിപ്പോ രസം കയറുന്ന രസം. അല്ലല്ല, കയറുമ്പോ നീ പുറകിൽ നിന്നിട്ട് നീ എടുത്തോളൂ. നല്ല വ്യൂ ആയിരിക്കും, നല്ല ഗ്രീനിഷും ആയിരിക്കും, അടിപൊളിയായിരിക്കും. വിക്ടറി വിജയം നമ്മൾ കയറി. അപ്പൊ ഞങ്ങള് തിരിച്ച് കയറാട്ടാ. ഞാൻ പറഞ്ഞു കയറാനായിട്ട് കയറിക്കോ. സ്റ്റെപ്പ് കയറുന്ന മതി. സ്റ്റെപ്പ് കയറണ പോലെ കയറാൻ വലിയ ഇറങ്ങും മാത്രമല്ല, കാലിന് ചെറിയ ടച്ചാണ്. സംഭവം നൈസാട്ടാ. ജോബിഷ പൊളിച്ചു. നല്ലൊരു സംഭവം ഇത്. ഇവിടെ താഴത്തെ പള്ളിയിൽ കുർബാന നടക്കണം കേട്ടോ. കാണുമെന്നറിയില്ല, അറ്റത്ത് കാണുന്ന പള്ളിയിലാണ്. നൈസ് വ്യൂ ആണ് അവിടെ. മേലിഗിരി ചർച്ചാണത്. ഇതൊക്കെ വൈകുന്നേരത്ത് കുർബാന നടക്കണ്ട. എങ്ങനെയുണ്ട് കയറുന്നത്? എങ്ങനെയുണ്ട് സൂപ്പർ സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം. നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലേ പേടി, നമ്മുടെ ഒരു മടി എല്ലാം മാറും. ഇത് നമ്മൾ വന്ന വഴി കാണിച്ചു കൊടുത്തേ. ഇതാണ് ഞങ്ങൾ വന്നത്. അണച്ചേക്കണായിരുന്നു. ഗുഹയിൽ നിന്ന് കയറി വന്നപ്പോഴേക്കും അണച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റും ഉണ്ട് കേട്ടോ. നല്ല കാറ്റാട്ടോ ഇവിടെ. എത്ര വ്യൂ നമുക്ക് കിട്ടുന്നല്ലേ? എന്നാ ഒരു വ്യൂ. ഈ ഇത് എത്ര കിലോമീറ്റർ സ്ഥലം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ കാണുന്നതെന്നൊക്കെ. രാജേഷ് പറഞ്ഞത് കറക്റ്റാട്ടോ. അത്രയും വലിയ വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുക. അടിപൊളിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഫാമിലിയായിട്ടും നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ടാണത്. മെയിൻലി ഇവിടുത്തെ കാറ്റാണോ, നല്ല കാറ്റാണ് ഇവിടെ. ഒരു കിഡിലൻ പോസിറ്റീവ് വൈബാണ്. നമ്മളിവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങിയ ഇവിടെ തോമാസ് ലീഹയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഇത് രാജേഷ് എടുത്തൊരു ഷോട്ടാട്ടോ. നല്ല ഡ്രസ്സാണ് ഇവിടെ നിൽക്കാനായിട്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ ഞങ്ങളാരും കണ്ടില്ല. ഞങ്ങളാരും കണ്ടില്ല. അപ്പൊ നമ്മൾ എവിടേക്കും പോണ്ട? നമ്മളിപ്പോ തട്ടുപാറ താഴത്തേക്ക്. എന്തുകൊണ്ട് തട്ടുപാറ? വൈസ് കോൾ തട്ടുപാറ. അതാണ് ചർച്ചാ വിഷയം. അതായത് പാറ നാച്ചുറലി തട്ടായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തട്ടുപാറ എന്ന പേര് വന്നത്. അല്ല, അത് വേറെ ഇതുണ്ട്. ഇവിടെ ഒന്ന് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നല്ല തട്ടും കിട്ടും. അതുകൊണ്ടും തട്ടുപാറ എന്നൊരു പേരില്ല എയർപോർട്ട്. ഇവൻ പറഞ്ഞ് നമുക്ക് നോക്കാം. ഈ ലൈറ്റ് കുറഞ്ഞാൽ മാത്രമേ തട്ടുപാറയിൽ കുരിശിൻ്റെ വഴിയുണ്ട് കേട്ടോ. നമുക്ക് പയ്യെ ഓരോ സ്ഥലം കണ്ട് കയറി പോവാം. എടാ സ്ഥലം വൈബ് നല്ല. ഇപ്പൊ ജോബീഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ? അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ കണ്ട് പയ്യെ മലമുകളിലേക്ക് കയറിയിട്ടോ. പോണ വഴി 2 മെസ്സിനെയും ഒരു എംബാവേനെയും കണ്ടു കേട്ടോ. ഇവിടെ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താട്ടോ, വേറെ നമുക്ക് എളുപ്പമാണ് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് തോമാസ് ലീഹയുടെ പാദമുദ്ര. റോഡ് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വിടാൻ പറ്റാത്താണെങ്കിൽ ഒരു പാർക്കിംഗ് അത്യാവശ്യം നല്ല രീതിയിലേക്ക് സ്പേസ് ആക്കണം. അപ്പോൾ വണ്ടികൾക്ക് 2 വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതാക്കി കഴിഞ്ഞാൽ
നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. കാരണം മലയാറ്റൂരിൽ മുകളിലെത്താനായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇച്ചിരി പ്രായവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അത്യാവശ്യം ആൾക്കാർക്ക് കയറാവുന്ന ഇത് പള്ളി അടുത്തല്ലടാ, അടുത്താണ്. സുഖമായിട്ട് വരാം. ഇത് മാത്രമല്ല ഇവിടെ ചെറിയ കയ്യേരിയൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ഇറങ്ങാനും നമ്മള് വണ്ടി ഇട്ട സ്ഥലമില്ലേ, അവിടെ വെള്ളം കയറി വരുമ്പോൾ ഗ്രൗണ്ട് കണ്ടില്ല, അവിടെയാണ് വണ്ടി ഇടണേ. അതൊന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വരാം. അവിടം വരെ റോഡ് കുഴപ്പമില്ല, അല്ല കയറിയ റോഡൊന്നും കുഴപ്പമില്ല. അവിടെ പാറ അങ്ങനെ നിൽക്കണ കാരണം പിന്നെ നമ്മളിവിടെ പോയത് താഴത്ത് മറ്റേ കുരിശിന്റെ വഴി. കുരിശിന്റെ വഴി അത് അടിപൊളിയാട്ടോ. ഈ മലയാറ്റൂർമല പോലെ അത്രയും ഇതില്ല എങ്കിലും വളരെ എല്ലാവർക്കും വരാൻ പറ്റുന്ന നോർമൽ പല വഴിക്ക് എൻട്രൻസ് ഉണ്ട്. പയ്യെ നൈസായിട്ട് കയറിയാൽ മതി. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഒരു ഈവനിങ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ അടിപൊളിയാണ്. നല്ല പീസ്ഫുൾ ആയിട്ടിരുന്ന് ഒരു ഇരുട്ടൊക്കെ വീണിട്ട് നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് സൺസെറ്റ് ഒക്കെ ഇവിടെ നോക്കിയാൽ നമുക്ക് എയർപോർട്ട് കാണാം കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി ഇരുട്ടൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് റൺവേ ലൈറ്റ് ഒക്കെ കാണാം. സൂപ്പറാണ്. ഇത്തിരി വൈകി പോകണമെന്നുള്ള പോകുന്ന വഴി സൂക്ഷിച്ച് പോകാൻ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അടിപൊളിയാണ്, നല്ലൊരു വ്യൂ ആണ്. ഇത്രയും വ്യൂ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റുമെന്ന് തന്നെ വലിയ ഭാഗ്യമാണ്. സംഭവം അടിപൊളിയാണ്, നല്ല പീസ്ഫുൾ കാലാവസ്ഥ, കാറ്റ്, ഭയങ്കര രസമാണ്, അടിപൊളി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.